ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈസ് ഗെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന, നിങ്ങളുടെ ബോഡി വെയ്റ്റ് വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് വ്യായാമങ്ങൾ ഞാൻ കാണിച്ചു തരാം. വളരെ എഫക്റ്റീവായിട്ടുള്ള വ്യായാമങ്ങളാണ്. നിങ്ങൾ ഒരു മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു വ്യായാമങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, ശീലിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിൻ്റെ ഭാരം വർദ്ധിപ്പിക്കാനായിട്ട് പറ്റും. അതിലുപരിയായിട്ട് നിങ്ങളുടെ മസിൽസ് സ്ട്രോങ് ആക്കാൻ പറ്റും, ടോൺ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് നല്ല രീതിയിൽ ബോഡി സ്ട്രെങ്തൻ ചെയ്യാനായിട്ടും പറ്റും. ഓക്കെ, ബോഡി വെയ്റ്റ് വർദ്ധിപ്പിക്കാൻ നല്ല സൂപ്പർ വ്യായാമങ്ങളാണ്. ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും. നിങ്ങൾക്ക് യാതൊരു എക്യുപ്മെൻസിൻ്റെയും സഹായം ആവശ്യമില്ല, നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന വ്യായാമങ്ങളാണ്. ഓക്കെ, അപ്പം ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ വർക്കൗട്ട് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പം വെയിറ്റ് വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ ചേച്ചിമാരും പെൺകുട്ടികളും ഒക്കെ ഈ ഒരു വർക്കൗട്ട് ഫോളോ ചെയ്തോളൂ. വിശദമായിട്ട് തന്നെ പറഞ്ഞുതരാം. അപ്പം നമ്മുടെ ഫസ്റ്റ് വർക്കൗട്ട് എന്ന് പറയുന്നത് സ്ക്വാട്ട് എന്ന് പറയുന്ന വർക്കൗട്ടാണ്. ഓക്കെ, സ്ക്വാട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കാം ഇതേപോലെ. അതിനുശേഷം കൈകൾ നിങ്ങൾക്ക് ഇതേപോലെ വെച്ചതിന് ശേഷം ഞാൻ ഈ ചെയ്യുന്ന പോലെ നിങ്ങളുടെ ഗ്ലൂട്ട്സ് ഭാഗം പുറകോട്ടാക്കിക്കൊണ്ട് പതുക്കെ ഇതേപോലെ ഇരിക്കാം. നിങ്ങളുടെ കാലുകൾ ഷോൾഡർ ലെവലിലായിരിക്കണം വെച്ചേക്കേണ്ടത്. ഓക്കെ, ഷോൾഡർ ലെവലിൽ നിങ്ങളുടെ കാലുകൾ വെച്ചേക്കാം. അതിനുശേഷം നിങ്ങളുടെ ഗ്ലൂട്ട് മസിൽ പുറകിലോട്ടാക്കിക്കൊണ്ട്, നിങ്ങളുടെ ഗ്ലൂട്ട്സ് പുറകിലോട്ടാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കാം. ഇത് നിങ്ങളുടെ കാലുകൾക്ക് വളരെ നല്ല ഒരു വ്യായാമമാണ്. ഓക്കെ, നിങ്ങളുടെ ലോവർ ബോഡിക്ക് വളരെ നല്ല ഒരു വർക്കൗട്ടാണ്. അപ്പം ഇതേ കണക്ക് നിങ്ങൾക്ക് ഇരിക്കാം. 1, സാവധാനം നിങ്ങൾ ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് നിങ്ങൾ താഴോട്ട് ഇരിക്കുക. ബ്രീത്ത് ഇൻ ഇതേപോലെ ആയിരിക്കണം ബോഡി പോസ്ചർ. അപ്പ് ചെയ്യുക. ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് താഴോട്ട് ഇതേപോലെ ഇരിക്കാം, അപ്പ് ചെയ്യാം. കണ്ടില്ലേ, ഇതേ കണക്കാണ് ഈ വർക്കൗട്ട് നിങ്ങൾ ചെയ്യേണ്ടത്. ഈ വർക്കൗട്ട് നിങ്ങൾ ഒരു 10 റെപ്സ് വെച്ചിട്ട് ഒരു 3 സെറ്റ് ചെയ്യുക. ഓക്കെ, സൂപ്പർ വർക്കൗട്ടാണ്. വെയിറ്റ് ഗെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ല ഒരു വ്യായാമമാണ്. അപ്പം നമ്മുടെ രണ്ടാമത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത് നീ പുഷപ്സ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഒരു മാറ്റിലോ അല്ലെന്നുണ്ടെങ്കിൽ പായലോ എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ കാലിൻ്റെ മുട്ടുകൾ ഇതേപോലെ താഴെ നിങ്ങൾക്ക് കുത്തിവെക്കാം. ഇതേപോലെ കാലിൻ്റെ മുട്ടുകൾ. അതിനുശേഷം നിങ്ങളുടെ കാല് ഒരല്പം ഉയർത്തി വെക്കുക ഇത് കണക്ക്. അതിനുശേഷം സാവധാനത്തിൽ ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട്, ബ്രീത്ത് അകത്തോട്ട് വലിച്ചുകൊണ്ട് നിങ്ങൾക്ക് താഴോട്ട് വരാം. ഇതേപോലെ അപ്പ്, കണ്ടല്ലോ, ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് താഴോട്ട് വരാം. അപ്പ്, കൺട്രോൾ ചെയ്ത് സാവധാനത്തിൽ താഴോട്ട് വരാം. നിങ്ങൾക്ക് അപ്പ് ചെയ്യാം. ഓക്കെ, ഈ ഒരു വർക്കൗട്ട് നിങ്ങളുടെ അപ്പർ ബോഡിക്ക് വളരെ നല്ല ഒരു വ്യായാമമാണ്. അപ്പം ഇത് ചെയ്യുമ്പോൾ ബ്രീത്തിങ് പ്രത്യേകം ശ്രദ്ധിക്കുക. താഴോട്ട് നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ ബ്രീത്ത് ഇൻ ചെയ്യുക, മുകളിലോട്ട് അപ്പ് ചെയ്യുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഓക്കെ, ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. നിങ്ങൾ നിങ്ങളുടെ കാൽമുട്ടിൽ ഇതേ കണക്ക് എത്തുക. അതിനുശേഷം നിങ്ങളുടെ കാലുകൾ അല്പം ഇതേപോലെ ഉയർത്തി വെക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങളുടെ കൈകൾ ഷോൾഡർ ലെവലിലായിരിക്കണം. നമ്മുടെ ഷോൾഡർ ലെവലിലോട്ട് കൈകൾ വെക്കാം. ഇതേപോലെ സാവധാനം താഴോട്ട് വരാം. ബ്രീത്ത് ഇൻ ചെയ്യാം, അപ്പ് ചെയ്യാം. ഓക്കെ, ഇതേ കണക്ക് ചെയ്യാം. നല്ല ഒരു വർക്കൗട്ടാണ്. ഓക്കെ, അപ്പം ഇത് നിങ്ങൾ ഒരു 10 പ്രാവശ്യം വെച്ചിട്ട് ഒരു 3 സെറ്റ് ചെയ്യുക. 10 റെപ്സ് വെച്ചിട്ട് 3 സെറ്റ്. ഓക്കെ, അടുത്ത നമ്മുടെ മൂന്നാമത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതേ കണക്കൊരു ടീപ്പോ ഉപയോഗിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ബെഡിൽ ചെയ്യാം, ചെയറിൽ ചെയ്യാം. എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സൗകര്യമുള്ള കണക്ക് ചെയ്യാം. ട്രൈസെപ്സ് ഡിപ്സ്, നിങ്ങളുടെ ട്രൈസെപ്സ് മസിൽ, നിങ്ങളുടെ കൈകളെ സ്ട്രോങ് ആക്കാൻ സഹായിക്കുന്ന ഒരു വ്യായാമമാണ്. അപ്പം ഇതേ കണക്ക് നിങ്ങൾക്ക് ടീപ്പോയിൽ കൈവെക്കാം, അല്ലെങ്കിൽ ബെഡിലാണെങ്കിൽ ബെഡിൽ. ഓക്കെ, അതിനുശേഷം നിങ്ങളുടെ കാലുകൾ ഒരല്പം മുമ്പോട്ട് കൊണ്ടുപോയിട്ട് ഇതേപോലെ ഒന്ന് ബെൻഡ് ചെയ്ത് വെക്കുക. സാവധാനത്തിൽ താഴോട്ട് വരാം. അപ്പ്, ഇതേപോലെ. ഓക്കെ, ഇത്രമാത്രം താഴോട്ട് വരാം. നിങ്ങൾ ട്രൈസെപ്സിലോട്ട് ഫോക്കസ് ചെയ്യുക. അപ്പ്, നല്ല ഒരു വ്യായാമമാണിത്. ഓക്കെ, ട്രൈസെപ്സിനും നമ്മുടെ ആ ഒരു ചെസ്റ്റ് ഭാഗം, അതേ കണക്ക് തന്നെ നമ്മുടെ ഷോൾഡർ ഭാഗത്തിനൊക്കെ വളരെ നല്ല ഒരു വർക്കൗട്ടാണ്. കൺട്രോൾ ചെയ്ത് ചെയ്യുക. സാവധാനത്തിൽ താഴോട്ട് വരിക. ഓക്കെ, ബ്രീത്ത് ഇൻ ചെയ്യുക, അപ്പ്, ബ്രീത്ത് ഔട്ട്. ഓക്കെ, ഇതേ കണക്കാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ടീപ്പോയോ ചെയറോ ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. ഇതേ കണക്കൊന്നും നിങ്ങൾ ചെയ്യരുത്. ഓക്കെ, ഭയങ്കര ഫാസ്റ്റായിട്ട് എൽബോയൊക്കെ വളച്ചിട്ടൊന്നും ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. ഞാൻ ഈ ചെയ്യുന്ന കണക്ക് തന്നെ നിങ്ങൾ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതേ കണക്ക് നിങ്ങൾക്ക് ഇതേ കണക്ക് കൈവെക്കാം. അതിനുശേഷം കാലുകൾ മുമ്പോട്ട് കൊണ്ടുപോയിട്ട് ഒന്ന് ബെൻഡ് ചെയ്യുക. സാവധാനത്തിൽ കൺട്രോൾ ചെയ്ത് താഴോട്ട് വരാം. ബ്രീത്ത് ഇൻ ചെയ്യുക, അപ്പ്, ബ്രീത്ത് ഔട്ട്. ഓക്കെ, ഇങ്ങനെയാണ് ഈ വർക്കൗട്ട് ചെയ്യേണ്ടത്. ഇത് ഒരു 10 പ്രാവശ്യം വെച്ചിട്ട് 3 സെറ്റ് ചെയ്യുക.
അടുത്ത നമ്മുടെ 4ാമത്തെ വ്യായാമം ഗ്ലൂട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു നല്ല വ്യായാമമാണ്. ഓക്കെ, വെയിറ്റ് ഗെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ 6 വ്യായാമങ്ങൾ വളരെ ഫലപ്രദമാണ്. ഒറ്റ മാസത്തിനുള്ളിൽ തന്നെ നിങ്ങളെ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും. ഗ്ലൂട്ട് ബ്രിഡ്ജ് ചെയ്യാനായിട്ട് നമുക്ക് പായിൽ ഇതേപോലെ മാറ്റിൽ, യോഗ മാറ്റിലോ നിങ്ങൾക്ക് ഇതേ കണക്ക് കിടക്കാം. ഓക്കെ, അതിനുശേഷം നിങ്ങളുടെ കാലുകൾ ഇതേപോലെ ഇതേ കണക്ക് നിങ്ങൾക്ക് തറയിൽ, ഫ്ലോറിൽ ഇതിനൊക്കെ കുത്തിവെക്കാം. അതിനുശേഷം നിങ്ങളുടെ കൈകൾ ഇതേപോലെ ഫ്ലോറിൽ വെച്ചതിന് ശേഷം നിങ്ങളുടെ ഒരു ഗ്ലൂട്ട്സ് ഭാഗം, നിങ്ങളുടെ അരക്കെട്ട് ഭാഗം ഇതേപോലെ മുകളിലോട്ട് ഉയർത്തുക. ഇതേപോലെ ഓക്കെ, ഒന്ന് ഹോൾഡ് ചെയ്യുക, പതുക്കെ താഴോട്ട് വരിക. അപ്പ്, സ്ലോലി, വളരെ കൺട്രോൾ ചെയ്ത് താഴോട്ട് കൊണ്ടുവരിക. കണ്ടല്ലോ, ഇതേ കണക്ക്. ഓക്കെ, നൈസ്. നല്ല ഒരു വ്യായാമമാണ്. നിങ്ങളുടെ ഗ്ലൂട്ട്സ് മസിലിന്, ഹാംസ്ട്രിങ് മസിലിനൊക്കെ വളരെ നല്ല ഒരു വ്യായാമമാണ്. അപ്പം ഇതേ കണക്കൊന്നും ഞാനൊന്നും ചെയ്യാതിരിക്കുക. ഓക്കെ, കൺട്രോൾ ചെയ്ത് വേണം ചെയ്യാൻ. ഞാൻ ചെയ്യുന്ന കണക്ക് തന്നെ ചെയ്യണം. ഇതേ കണക്ക് കാലുകൾ വെക്കാം, കൈകൾ ഇതേ കണക്ക് ഫ്ലോറിൽ അമർത്തി പിടിക്കാം. സാവധാനം മുകളിലോട്ട്, സാവധാനം താഴോട്ട്. ഓക്കെ, ബ്രീത്ത് ഔട്ട് ചെയ്യുക. മുകളിലോട്ട് വരുമ്പോൾ താഴോട്ട് നമ്മൾ ആ നോർമൽ പൊസിഷനിൽ വരുമ്പോൾ നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്യുക. ബ്രീത്ത് ഇൻ, അപ്പ്, ഹോൾഡ്, ബ്രീത്ത് ഔട്ട്. ഓക്കെ, ഇതേ കണക്ക് നിങ്ങൾ ഈ വർക്കൗട്ട് ചെയ്യുക. 10 പ്രാവശ്യം വെച്ചിട്ട് ഒരു 3 സെറ്റ് ചെയ്യുക. നെക്സ്റ്റ് വർക്കൗട്ടിലോട്ട് പോവാം. നെക്സ്റ്റ് വർക്കൗട്ട് ചെയ്യാനായിട്ട് നമുക്കൊരു ടവൽ എടുക്കാം. ഓക്കെ, ടവൽ എടുക്കുന്നു. ടവൽ എടുത്തതിന് ശേഷം നമുക്ക് കൈകൾ ഇതേപോലെ നിങ്ങളുടെ ഷോൾഡർ ലെവൽ ഇതേ കണക്ക് നിങ്ങൾക്ക് ടവൽ പിടിക്കാം, ഹോൾഡ് ചെയ്യാം. നല്ല സ്ട്രോങ് ആയിട്ട്, നല്ല ബലത്തിൽ ടവൽ നിവർത്തി പിടിക്കണം. ഓക്കെ, അതിനുശേഷം സാവധാനം നിങ്ങളുടെ തലയുടെ മുകളിലേക്ക്, ബാക്കിലേക്ക് കൊണ്ടുപോവുക. പതുക്കെ താഴോട്ട് കൊണ്ടുവരിക. അപ്പ്, കൺട്രോൾ ചെയ്ത് താഴോട്ട് കൊണ്ടുവരിക. ബ്രീത്ത് ഇൻ ചെയ്യുക. ബ്രീത്ത് ഇൻ, അപ്പ്, ഹോൾഡ്, ബ്രീത്ത് ഔട്ട്. സാവധാനം താഴോട്ട് കൊണ്ടുവരിക. ബ്രീത്ത് ഇൻ ചെയ്യുക. അപ്പ്, ഹോൾഡ്, ബ്രീത്ത് ഔട്ട്. ഈ ഒരു വർക്കൗട്ട് നിങ്ങളുടെ ആ ഒരു ഷോൾഡർ മസിലിനെ സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു നല്ല വ്യായാമമാണ്. ഓക്കെ, ഞാനൊന്നും കൂടെ കാണിച്ചു തരാം. നിങ്ങൾക്ക് നിങ്ങളുടെ കാലിൻ്റെ മുട്ടിൽ ഇതേ കണക്കിരിക്കാം. അതിനുശേഷം ടവൽ ഇതേപോലെ പിടിക്കുക. ഓക്കെ, നല്ല സ്ട്രോങ് ആയിട്ട് ബലത്തിൽ പിടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം നിങ്ങളുടെ ആ ഒരു ചെസ്റ്റ് ലെവലിൽ താഴോട്ട് കൊണ്ടുവരിക. അപ്പ്, ബ്രീത്ത് ഔട്ട്. ഇതേപോലെ നൈസ്. താഴോട്ട് കൊണ്ടുവരിക. ഇത്രമാത്രം കൊണ്ടുവരിക. ഇതേപോലെ അപ്പ് ചെയ്യുക. ഓക്കെ, ബ്രീത്ത് ഇൻ ചെയ്യുക. താഴോട്ട് വരുമ്പോൾ ബ്രീത്ത് ഇൻ, നൈസ്. അപ്പ്, തലയ്ക്ക് മുകളിലോട്ട്, ബാക്കിലോട്ട്. ഓക്കെ, ബ്രീത്ത് ഔട്ട്. നല്ല എക്സസൈസാണ്. നിങ്ങളുടെ ഷോൾഡർ മൊബിലിറ്റിക്കും ഷോൾഡർ സ്ട്രെങ്തനിങ്ങിനൊക്കെ നല്ല ഒരു വ്യായാമമാണ്. ഓക്കെ, അപ്പം ഈ ഒരു വർക്കൗട്ട് നിങ്ങളൊരു 10 പ്രാവശ്യം വെച്ചിട്ട് ഒരു 3 സെറ്റ് ചെയ്യുക. എല്ലാ വർക്കൗട്ടുകളും 10 പ്രാവശ്യം വെച്ചിട്ട് 3 സെറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ, ഒറ്റ മാസം കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ മസിൽസിനെ ട്യൂൺ ചെയ്യിപ്പിക്കാൻ സാധിക്കും. അതേ കണക്ക് തന്നെ നമുക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാനും സഹായിക്കും. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് വർക്കൗട്ട് എന്ന് പറയുന്നത് ലഞ്ചസ് എന്ന് പറയുന്നൊരു വർക്കൗട്ടാണ്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കാം. നിങ്ങളുടെ കൈകൾ നിങ്ങൾക്ക് അരക്കെട്ടിൽ വെക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഹോൾഡ് ചെയ്യാം. അതിനുശേഷം നിങ്ങളുടെ ഒരു കാല് ബാക്കിലോട്ട് കൊണ്ടുപോയിട്ട് ഇതേപോലെ ചെയ്യാം. മുട്ട് ഫ്ലോറിൽ കൊണ്ടുവന്ന് മുട്ടിക്കരുത്. ഓക്കെ, അതിനുശേഷം വീണ്ടും അടുത്ത കാലിൽ നമുക്ക് ചെയ്യാം. വീണ്ടും പഴയ പൊസിഷനിലോട്ട് വരാം. കാല് ബാക്കിലോട്ട് വെക്കുക. പതുക്കെ ബെൻഡ് ചെയ്ത് ഇതേപോലെ ബോഡി പോസ്ചർ കൃത്യമാക്കുക. ഓക്കെ, നട്ടെല്ലൊക്കെ നിവർത്തി തന്നെ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നൈസ്. ഓക്കെ, ഇതേ കണക്കാണ്. ബാക്കിലോട്ട് ഇതേ കണക്ക് കൊണ്ടുപോകാൻ കാല് ഇത്ര മാത്രം. ഓക്കെ, അതിനുശേഷം ഇതേപോലെ നൈസ്. ഇതേ കണക്ക് ഇതേ ആയിരിക്കണം നിങ്ങളുടെ ബോഡി പൊസിഷൻ എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് അരക്കെട്ടിൽ കൈവെക്കാം. ബ്രീത്തിങ് ഇതേപോലെ താഴോട്ട് വരുന്ന സമയത്ത് ബ്രീത്ത് ഇൻ ചെയ്യുക. ഓക്കെ, ബ്രീത്ത് ഇൻ ചെയ്യുക. അതിനുശേഷം നമ്മൾ നേരെ ആവുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഓക്കെ, ബ്രീത്ത് ഇൻ, കൺട്രോൾ, ബ്രീത്ത് ഔട്ട്. അതിനുശേഷം അടുത്ത കാല് ബാക്കിലോട്ട് വെക്കുക. ബ്രീത്ത് ഇൻ, കൺട്രോൾ, മുമ്പിലോട്ട് വെക്കുക, ബ്രീത്ത് ഔട്ട്. ഓക്കെ, ഇതേ കണക്ക് നിങ്ങൾ ഒരു കാല് 10 പ്രാവശ്യം വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഒരു കാല് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു കാല് 10 പ്രാവശ്യം വെച്ചിട്ട് ചെയ്യുക. ഓക്കെ, അപ്പം ഈ വർക്കൗട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക.